أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇസ്മുൽ മൗസൂലാണ്. ഇസ്മുൽ മൗസൂല ഒരു ഇസ്മിനെ മാരിഫയാക്കാൻ ഒന്നുകിൽ അലിഫ്ലാം ചേർത്താൽ മാരിഫയാവും, പിന്നെ ഇസ്മുൽ ഇഷാറയുടെ ശേഷം വരുന്ന ഇസ്മുകൾ മാരിഫയാവും. ഇനി മൂന്നാമത്തെ അത് ഇസ്മുൽ മൗസൂല, സില മൗസൂല. അതായത് ഒരു ഇസ്മിനെ വിശേഷിപ്പിച്ചും കൊണ്ട് പറയുന്ന അതിനെയാണ് മൗസൂല എന്ന് പറയാം. ആ മൗസൂലയുടെ ഇസ്മുകളുണ്ട്. അല്ലതി, അപ്പോൾ ഈ സ്ലൈഡിൻ്റെ ആദ്യം ഇസ്മുൻ യുസ്തഖ്ദമു ലി റബ്തി മാ ബഅദ ലിൽ വസ്ഫി ലിത്തഅയീനി. ഇസ്മുൻ യുസ്തഖ്ദമു ലി റബ്തി മാ ബഅദഹു ലിൽ വസ്ഫി ലിത്തഅയീനി. ഇസ്മുൻ ഒരു ഇസ്മ യുസ്തഖ്ദമു അത് ഉപയോഗിക്കും. ലി റബ്തി മാ ബഅദഹു ആ ഇസ്മിന് ശേഷമുള്ളതിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി, ലിൽ വസ്ഫി വസ്ഫായിട്ടോ അതായത് വിശേഷണമായിട്ടോ ഔലി തഅയീനി അല്ലെങ്കിൽ ഒരു ക്ലിപ്തത വരുത്താൻ വേണ്ടിയോ ഉപയോഗിക്കുന്ന ഒരു ഇസ്മിനെയാണ് ഇസ്മുൽ മൗസൂല എന്ന് പറയുക. ഏതുപോലെ അല്ലതി ഒരു ഇസ്മുൽ മൗസൂലയാണ്. അത് മുഫ്രദായ ഇസ്മിന് മുദക്കറും മുഫ്രദുമായ ഇസ്മിനാണ് അത് ഉപയോഗിക്കുക. അതിൻ്റെ ഉദാഹരണം ഹാദാ ഹുവൽ ആലിമുല്ലദി അല്ലഫ കിതാബൻ അദീദത്തൻ. ഹാദാ ഹുവ ഇത് അദ്ദേഹമാണ്, അൽ ആലിമു ആ ആലിമാണ്. അല്ലതി എങ്ങനെയുള്ള ആലിമ്, അല്ലഫ അദ്ദേഹം, ഹി ഓതേഡ് അദ്ദേഹം രചിച്ചിരിക്കുന്നു, കുത്തുബൻ അദീദത്തൻ വളരെയധികം ബുക്കുകൾ, വളരെയധികം കിതാബുകൾ അദ്ദേഹം, ഹി ഹാസ് ഓതേഡ് മെനി ബുക്സ്. അങ്ങനെയുള്ള ആലിമാണ് ഇത്. ഹാദാ ഹുവൽ ആലിമുല്ലദി അല്ലഫ കിതാബൻ അദീദത്തൻ. അപ്പോൾ ഇതിവിടെ ഇത് മുദക്കറാണ്, മുഫ്രദാണ്. ആലിമ് മുദക്കറാണ്. അതുകൊണ്ടാണ് ഇവിടെ അല്ലതി ഉപയോഗിച്ചത്. ഇനി അല്ലദാനി ലിൽ മുസന്നാൽ മുദക്കർ, അതായത് രണ്ടാള് പറ്റി പറയുമ്പോഴാണ് മുസന്ന അല്ലദാനി ഉപയോഗിക്കുക. അൽ മുദക്കർ അതായത് പുല്ലിംഗം, ഡുവൽ ഫോം. എന്താ ഫാസത്ത് ത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ ജയിച്ചു. അല്ലദാനി അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇജ്തഹിദ അവർ വളരെയധികം പരിശ്രമിച്ചു, ഫിദ്ദിറാസത്തി പഠന കാര്യത്തിൽ, പഠിപ്പിൽ അവർ വളരെയധികം പരിശ്രമിച്ചു. അങ്ങനെയുള്ള രണ്ട് വിദ്യാർത്ഥികൾ ജയിച്ചു എന്നാണ് പറഞ്ഞു. അപ്പോൾ ഇവിടെ മുസന്നയാണ് താലിബാനി, അതായത് ഡുവൽ ഫോമാണ്, മുദക്കറാണ്, മസ്കുലിൻ ജെൻഡറാണ്. അതുകൊണ്ടാണ് ഇവിടെ അല്ലദാനി ഉപയോഗിച്ചത്. ഇജ്തഹദ എന്നുള്ള ഫിയലിൻ്റെ ഡുവൽ ഫോമാണ് ഇജ്തഹദാനി ഫിദ്ദിറാസത്തി പഠിപ്പിൽ. ഇനി മൂന്നാമതായിട്ട് അല്ലദീന ലിൽ ജമ്മുൽ മുദക്കറാണ്, പ്ലൂറില് ബഹുവചനം, മുദക്കർ മസ്കുലിൻ ജെൻഡർ. അൽ അസ്ഹാബു ഹുമുല്ലദീന ബായഉൻ നബിയ. അൽ അസ്ഹാബ് എന്ന് പറഞ്ഞാൽ അനുയായികൾ. ആരാ അനുയായികൾ? ഹും അവരാണ്, അല്ലദീന എങ്ങനെയുള്ളവർ, ബായഉൻ നബിയ നബിയുമായിട്ട് ബൈഅത്ത് ചെയ്തവർ. ബൈഅത്ത് ചെയ്തവരാണ് അസ്ഹാബുകൾ. നബിയുമായിട്ട്
ബൈഅത്ത് ചെയ്തവരാണ് നബിയുടെ അസ്ഹാബുകൾ എന്ന് പറഞ്ഞത്, അസ്ഹാബുൻ നബി. അപ്പോൾ ഇവിടെ അൽ അസ്ഹാബ്, അസ്ഹാബ് എന്നുള്ളത് ജമ്മാണ്. ഹും അവർ, അല്ലദീന അവരെങ്ങനെയുള്ളവരാണ്, ബായഊ അവർ ബൈഅത്ത് ചെയ്തു അന്നബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട്. ഇനി അല്ലത്തി, അല്ലത്തി ലിൽ മുഫ്രദിൽ മുഅന്നസി, നേരെ അല്ലതിയുടെ നേരെ എതിരാണ് അല്ലത്തി. മുഫ്രദ് ഏകവചനം, മുഅന്നസ് സ്ത്രീലിംഗാണ്. ഹിയ അൽ മുഅല്ലിമത്തു അല്ലത്തി അല്ലംതനി അല്ലമത്നി. ഹിയൽ മുഅല്ലിമത്തു അവൾ ഒരു ടീച്ചറാണ്. അല്ലത്തി എങ്ങനെയുള്ള ടീച്ചർ, അല്ലമത്തിന് അവരെന്നെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ടീച്ചറാകുമ്പോൾ ഇപ്പോൾ അവൾ എന്ന് പറയുന്നതിലും നല്ലത് ഒരു ബഹുമാന സൂചകമായിട്ട് നമുക്ക് അവർ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറയും. വാക്കർത്ഥം ഹിയ അവൾ, അൽ മുഅല്ലിമത്തു ഒരു ഫീമെയിൽ ടീച്ചറാണ്. അല്ലത്തി എങ്ങനെയുള്ള ടീച്ചർ, അല്ലമത്തിന് അവൾ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. പിന്നെ അല്ലത്താനി, ഈ അല്ലതാനിയുടെ നേരെ എതിരാണ് അല്ലത്താനി ലിൽ മുസന്നൽ മുഅന്നസ്, ഡുവൽ ഫോമാണ്, സ്ത്രീലിംഗാണ്. ഹുവൽ മുവല്ലഫത്താനി അവർ രണ്ട് എംപ്ലോയീസാണ്, അവർ രണ്ട് എംപ്ലോയീസാണ്. അല്ലത്തി അല്ലത്താനി എങ്ങനെയുള്ള എംപ്ലോയീസ്, താമലാനി ഫി ഹാദിഹി ശരിക്ക മുന്തു സനത്തൈനി, താമലാനി അവർ രണ്ടാളും ജോലി ചെയ്യുന്നു. ഫി ഹാദിഹി ശരിക്ക ഈ കമ്പനിയിൽ മുന്തു സനത്തൈനി 2 വർഷമായിട്ട്, അത് 2 വർഷമായിട്ട് അവർ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന 2 എംപ്ലോയീസാണ്. അത് അപ്പോൾ അതങ്ങനെ. അപ്പം ഇനി അടുത്തത് അല്ലതി, അല്ലതാനി, അല്ലദീന, അല്ലത്തി, അല്ലത്താനി, അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി മന്നുണ്ട്. മന്ന് ഇസ്മു മൗസൂല ആമുൽ ലിൽ ആഖിലി. മന്ന് എന്ന് പറഞ്ഞാൽ ഹൂ എന്നുള്ള അർത്ഥമാണ്. മന്ന് എന്ന് പറഞ്ഞാൽ ഹൂ, മൻ, ഹൂ. ഇവിടെ ഹളറഫിൽ മജ്ലിസി മൻ അഹദുൽ അംറ ബിജിദ്ദിൻ. ഹളറഫിൽ മജ്ലിസിൽ ഹാജരായി എന്ന് പറഞ്ഞാൽ കൗൺസിലിൽ ഹാജരായി എന്ന് പറഞ്ഞാൽ there were people man who അഹദുൽ അംറ, they took the matter ബിജിദ്ദിൻ very seriously. അപ്പോൾ there were people in the council who took the matter seriously. മനസ്സിലാക്കിയിരിക്കുന്നു. ഹളറ ഫിൽ മജ്ലിസി മൻ അഹദുൽ അംറ ബിജിദ്ദിൻ. പിന്നെ മാ ഇതിൻ്റെ നേരെ എതിരാണ്, മന്നിൻ്റെ നേരെ എതിരാണ് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വൈരിൽ ആഖിലിയാണ്. ഇസ്മു മൗസൂല ലി വൈരിൽ ആഖിലി, ബുദ്ധിയില്ലാത്ത വൈറുൽ ആഖിലിനാണ് മാ പറയുക. ലാ തഹ്മിൽ നീ ചുമക്കരുത്, മാലാ ത്വാഖത്തലക അലൈഹി നിനക്കതിൻ്റെ മേൽ കഴിയാത്തതിനെ നീ ചുമക്കരുതെന്നാണ് പറഞ്ഞത്. നിനക്ക് കഴിയാത്ത കാര്യം നീ ഏൽക്കരുത്, അല്ലെങ്കിൽ ചുമക്കരുത്. എങ്ങനെയായാലും ഒന്ന് തന്നെ. ലാ തഹ്മിൽ മാലാ ത്വാഖത്തലക അലൈഹി, നിനക്ക് കഴിയാത്ത കാര്യം. അപ്പോൾ ഇവിടെ ഇസ്മുൽ മൗസൂല പഠിച്ചു. അപ്പോൾ പിന്നെന്താ പറഞ്ഞത്, വൽ ജുംലത്തുല്ലത്തി തുദ്കറു ബഅദൽ അസ്മാഇൽ മൗസൂലത്തി തുസമ്മ സിലത്തുൽ മൗസൂൽ. മൗസൂലയുടെ ഇസ്മുകൾക്ക് ശേഷമുള്ള പറയപ്പെടുന്ന ഇസ്മുകളെ സിലത്തുൽ മൗസൂല എന്നാണ് പറയാം. എന്ന് പറഞ്ഞാൽ ഈ ഇസ്മുൽ മൗസൂല ഇപ്പോൾ ഇവിടെ ഏതാ, മന്നിന് ശേഷം വരുന്ന അതിനെ സിലത്തുൽ മൗസൂല എന്നാണ് പറയാം.
നേരത്തെ പറഞ്ഞ പോലെ അല്ലതി ഇസ്മു മൗസൂലാണ്. അല്ലതിക്ക് ശേഷം അല്ലഫ കിതാബൻ അദീദത്തൻ, അത് സിലാണ്, അത് സിലത്തുൽ മൗസൂലാണ്. അപ്പോൾ ഈ ഇസ്മിന് ശേഷം അസ്മാഉൽ മൗസൂലയ്ക്ക് ശേഷം പറയപ്പെടുന്നത് അതിന് പറയുക സിലത്തുൽ മൗസൂലാണ്. സിലത്തുൽ മൗസൂൽ. അപ്പോൾ വൽ ജുംലത്തുല്ലത്തി തുദ്കറു ബഅദൽ അസ്മാഇൽ മൗസൂല തുസമ്മ സിലത്തുൽ മൗസൂൽ വലാ യതിമ്മു മഅനൽ ജുംലത്തി ഇല്ലാ ബി വുജൂദിഹിമാ. വലാ യതിമ്മു മഅനൽ ജുംലത്തി, ആ സെൻറ്റൻസിൻ്റെ അർത്ഥം പൂർത്തിയാവില്ല ഇല്ലാ ബി വുജൂദിഹിമാ, ഇല്ലാ ലി വുജൂദിഹ, ഇല്ലാ ബി വുജൂദിഹ, അത് ഇല്ലാതെ, ആ ശേഷം പറയുന്ന ആ സില ഇല്ലാതെ ഇതിൻ്റെ അർത്ഥം പൂർത്തിയാവില്ല. ഇതുപോലെ ഹദറഫിൽ മജ്ലിസി മൻ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറയണില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പൂർത്തിയാവില്ല. മജ്ലിസിൽ വന്നു മൻ ചിലർ, പിന്നെ അഹദുൽ അംറ ബിജിദ്ദിന്ന അല്ലെങ്കിൽ ജാ ഇന്ധന അംസ്ന അങ്ങനെ എന്തെങ്കിലും പറയാതെ ഇതിൻ്റെ അർത്ഥം പൂർത്തിയാവില്ല. അപ്പോൾ സില, ഒരു മൗസൂല വന്നാൽ അതിനൊരു സില വേണം, നിർബന്ധമാണ്. പിന്നെ ഇർബത്ത് ബൈന കുല്ലിൻ മിനൽ ജുംലത്തൈനി മുസ്തഖ്ദമൻ അൽ ഇസ്മൽ മൗസൂൽ അൽ മുനാസിബ കമാഫിൽ മിസാലി. ഇർബത്ത് എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക. ബൈന കുല്ലിൻ മിനൽ ജുംലത്തൈനി, രണ്ട് ജുംലകളുടെ ഇടയ്ക്ക്, ഓരോ രണ്ട് സെൻറ്റൻസിൻ്റെയും ഇടയ്ക്ക് യോജിപ്പിക്കുക. മുസ്തഖ്ദമൻ അൽ ഇസ്മുൽ മൗസൂല ഉപയോഗിച്ചിട്ട്, അൽ മുനാസിബ യോജിച്ച ഇസ്മുൽ മൗസൂല ഉപയോഗിച്ചിട്ട് രണ്ട് സെൻറ്റൻസിൻ്റെ ഇടയ്ക്ക് യോജിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ ഉള്ളതുപോലെ ജാ അർ റജുലു, ഒരു ഒന്നാമത്തെ അത് ജാ അർ റജുലു, ഒരാൾ വന്നു, പുരുഷൻ വന്നു. അർ റജുലു സാഫിറുൻ ഇലാ ബലദിഹി, ആ പുരുഷൻ അവൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു പുരുഷൻ വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഏത് ഇസ്മുൽ മൗസൂല ആയിരിക്കും വെക്കേണ്ടത്? ജാ അർ റജുലു സാഫിറുൻ ഇലാ ബലദിഹി. അപ്പോൾ ഇവിടെ ജാ അർ റജുലു എന്ന് പറഞ്ഞത് മുഫ്രദാണ്, മുദക്കറാണ്. അപ്പോൾ മുഫ്രദും മുദക്കറിനും ഉപയോഗിക്കുന്ന ഒരു ഇസ്മുൽ മൗസൂലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലദീ. ജാ അർ റജുലു അല്ലദീ സാഫറ ഇലാ ബലദിഹി, നാട്ടിലേക്ക് പോകുന്ന ഒരാൾ ഇന്നലെ വന്നു. പിന്നെ സാഫർത്തു ബി സയ്യാറത്തി, ഞാൻ കാറിൽ യാത്ര ചെയ്തു. സാഫർത്തു, ഞാൻ ഐ ട്രാവൽഡ് ബി സയ്യാറത്തി ഇൻ എ കാർ. അസയ്യാറത്ത് ഫി ഷാരിയ, കാറ് ആ റോഡരികിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാറിലാണ് ഞാൻ യാത്ര ചെയ്തത്. അപ്പോൾ ആ റോഡരികിൽ എന്നാണ് ഞാൻ ടാക്സി പിടിച്ചതെന്നുള്ള അർത്ഥമായിരിക്കും. അപ്പോൾ സാഫർത്തു ബി സയ്യാറത്ത് എന്നാണ് അവിടെ. സയ്യാറത്ത് എന്നായതുകൊണ്ട് ഇത് മുഅന്നസാണ്, മുഫ്രദാണ്. അപ്പോൾ ഇവിടെ അല്ലതിയുടെ നേരെ ഓപ്പോസിറ്റ് അല്ലത്തി ഉപയോഗിക്കണം. സാഫർത്തു ബി സയ്യാറത്തില്ലത്തി ഫിഷാരിയ, സാഫർത്തു ബി സയ്യാറത്തി അല്ലത്തി ഫിഷാരി. പിന്നെ ഈ സയ്യാറ ഇവിടെ വേണ്ട, ഈ രണ്ടാമത്തെ ഈ സയ്യാറ ഇവിടെ വേണ്ട. അതുപോലെ ഇതിൻ്റെ മേലത്തേൽ ജാ അർ റജുലു, പിന്നെ അർ റജുലു എന്നുണ്ട്. ആ അർ റജുലു, രണ്ടാമത്തെ അർ റജുലു അവിടെ വേണ്ട, അതിന് പകരം അല്ലതി എന്ന് ഉപയോഗിക്കുക. അപ്പോൾ സാഫർത്തു ബി സയ്യാറത്തില്ലത്തി ഫിഷാരി. പിന്നെ മൂന്നാമത്തത്
സുർത്തുൽ കുല്ലിയാത്തി. സുർത്തുൽ കുല്ലിയാത്തി കോളേജുകൾ ഞാൻ സന്ദർശിച്ചു. കുല്ലിയാത്ത് കോളേജുകൾ, കുല്ലിയത്ത് കോളേജ്, കുല്ലിയാത്ത് കോളേജുകൾ. സുർത്തു ഐ വിസിറ്റഡ് ദ കോളേജസ് തുദ്റസു ഫീഹാൽ ഉലൂമുൽ ഹദീസ, മോഡേൺ സയൻസ് പഠിപ്പിക്കുന്ന കോളേജുകൾ. അൽ കുല്ലിയാത്തു കോളേജുകൾ, തുദ്റസു ഫീഹ അതിൽ പഠിപ്പിക്കുന്നു. ദ ടീച്ച് ഇൻ ദോസ് കോളേജസ് അൽ ഉലൂമുൽ ഹദീസ, മോഡേൺ സയൻസ് പഠിപ്പിക്കുന്ന കോളേജുകളിൽ ഞാൻ വിസിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ പറയുക, സുർത്തുൽ കുല്ലിയാത്തി എന്നാണ് പറഞ്ഞത്. കുല്ലിയാത്തിനെയാണ് ഇവിടെ വിശേഷിപ്പിക്കേണ്ടത്. എങ്ങനെയുള്ള കുല്ലിയാത്ത്? ആ കുല്ലിയാത്തിൽ മോഡേൺ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സുർത്തുൽ കുല്ലിയാത്തി അല്ലാത്തി ഇവിടെ ജമ്മാണ്, ഇവിടെ പ്ലൂറലാണ്, ബഹുവചനാണ്. അപ്പോൾ അല്ലത്തി ഇവിടെ കുല്ലിയാത്ത് മുഅന്നസ് ആയതുകൊണ്ട് മുഅന്നസ് ജമ്മിൻ്റെ ഇസ്മാണ് ഉപയോഗിക്കേണ്ടത്. സുർത്തുൽ കുല്ലിയാത്തി അല്ലത്തി തുദ്റസു ഫീഹൽ ഉലൂമുൽ ഹദീസ്, അല്ലത്തി തുദ്റസു ഫീഹൽ ഉലൂമുൽ ഹദീസ എന്നാണ് വെക്കേണ്ടത്. പിന്നെ ഈ രണ്ടാമത്തെ കുല്ലിയാത്ത് അവിടെ വേണ്ട, അത് മാറ്റിയിട്ട് അല്ലാത്തി എന്നവിടെ വെച്ചാൽ മതി. പിന്നെ നാലാമത്തെ തിഫ്ലു അത്തിൽഫാസ്, കുട്ടി ടെലിവിഷൻ കാണുന്നു, വാച്ച് ചെയ്യുന്നു. ദ ബോയ്സ് വാച്ചിങ് ദ ടെലിവിഷൻ. അല്ലെങ്കിൽ ഷാഹദത്ത് തിഫ്ലു അത്തിൽഫാസ്, കുട്ടി ടെലിവിഷൻ കാണുന്നു. എങ്ങനെയുള്ള ടെലിവിഷൻ? അല്ലത്തി അത്തെൽഫാസു ഫി ഗുർഫത്തിൽ ജുലൂസി, സിറ്റിംഗ് റൂമിലുള്ള ടെലിവിഷൻ. ഗുർഫത്തുൽ ജുലൂസ് സിറ്റിംഗ് റൂമിലുള്ള ടെലിവിഷൻ കാണുന്നു. ഇവിടെ ഷാഹദത്ത് തിഫ്ലു തിൽഫാസ്, പിന്നുള്ള തിൽഫാസ് അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ അല്ലതി, കുട്ടി അവിടെ ടെലിവിഷനാണ് താരം, ടെലിവിഷനാണ് വിശേഷിപ്പിക്കേണ്ടത് അല്ലേ? എങ്ങനെയുള്ള ടെലിവിഷനാണ് എന്നാണ്. ആ ടെലിവിഷൻ ഫി ഗുർഫത്തിൽ ജുലൂസി സിറ്റ് ഔട്ടിലുള്ളതാണ്, സിറ്റിംഗ് റൂമിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ടെലിവിഷനാണ് നോക്കേണ്ടത്. അപ്പോൾ ടെലിവിഷൻ ഇവിടെ മുദക്കറാണ്, അങ്ങനത്തെ ഇതൊക്കെ ഇവിടെ മുദക്കറാണ്, പിന്നെ മുഫ്രദാണ്. അപ്പോൾ ഷാഹദത്ത് തിഫ്ലു തെൽഫാസ് അല്ലദീ ഫി ഗുർഫത്തിൽ ജുലൂസിലുള്ള ടെലിവിഷൻ. പിന്നെ അഞ്ചാമത്തെ ഉദാഹരണം ഖാബൽത്തുൽ മുഅല്ലിമീൻ. ഖാബൽത്തുൽ മുഅല്ലിമൈനി എന്ന് പറയാൻ കാരണം ഇവിടെ രണ്ട് ടീച്ചർമാർ, രണ്ട് മുഅല്ലിമീങ്ങൾ, രണ്ട് ടീച്ചർമാർ, അവരെ ഞാൻ സ്വീകരിച്ചു. പിന്നെ ഇവിടെ അൽ മുഅല്ലിമാനി യഅമലാനി ഫിൽ ജാമിയ, അവർ രണ്ടാളും യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നവരാണ്. അൽ മുഅല്ലിമാനി. അപ്പോൾ ഇവിടെ ഈ മുഅല്ലിമൈനി എന്ന് എങ്ങനെ മനസ്സിലായതെന്ന് വെച്ചാൽ ഇവിടെ ഹർക്കത്തിട്ടത് കൊണ്ട് മനസ്സിലാക്കാം, പക്ഷെ അല്ലെങ്കിലും മനസ്സിലാവുക എങ്ങനെയാ? ഖാബൽത്തുൽ മുഅല്ലിമീന എന്നും പറയാം, ജമ്മാക്കിയിട്ടും പറയാം. പക്ഷെ ഇവിടെ ഇത് ഡുവൽ ഫോമാണെന്ന് മനസ്സിലായത് പിന്നെ പറയുന്ന അൽ മുഅല്ലിമാനി യഅമലാനി എന്ന് കണ്ടതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് അത് മനസ്സിലാക്കുക. അപ്പോൾ ഖാബൽത്തുൽ മുഅല്ലിമൈനി, രണ്ട് ടീച്ചർമാരെ ഞാൻ സ്വീകരിച്ചു. അൽ മുഅല്ലിമാനി, ആ രണ്ടുപേരും, യഅമലാനി, ദേ ആർ വർക്കിംഗ് ഫിൽ ജാമിയ, ഇൻ ദ യൂണിവേഴ്സിറ്റി. അതിനിപ്പോൾ എങ്ങനെ പറയാം? ഖാബൽത്തുൽ മുഅല്ലിമൈനി അല്ലദൈനി. അപ്പോൾ അവിടെ ഡുവൽ ഫോം അല്ലദൈനി എന്നാണ്. അല്ലദൈനി
അല്ലദൈനി അല്ലദാനി. അല്ലദാനി റഫിൻ്റെ സമയത്താണ് അല്ലദാനി പറയുക. അല്ലദൈനി ഇവിടെ നസ്ബിൻ്റെ സ്ഥലമാണ് ഇവിടെ, അതുകൊണ്ട് അല്ലദൈനി പറഞ്ഞു. യാമലാനി ഫിൽ ജാമിഅ, ദേ ആർ വർക്കിംഗ് ഇൻ യൂണിവേഴ്സിറ്റി. അങ്ങനെയുള്ള രണ്ട് മാലിമ്യങ്ങളെ ഞാൻ സ്വീകരിച്ചു. അതാണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം കഴിഞ്ഞു. ഇസ്മുൽ മൗസൂലിടെ അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇസ്മുൽ മൗസൂല കംപ്ലീറ്റായി. ഇന്നത്ര മതി. കാരണം വീഡിയോ വളരെ വലുതായാലും ആരും മുഴുവൻ ഇരുന്ന് കാണില്ല. ഇതിരുന്ന് പഠിക്കണം, എന്നാലേ കാര്യമുള്ളൂ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന വീഡിയോ എല്ലാവർക്കും ശരിക്ക് കിട്ടണമെങ്കിൽ അവരത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താലേ ശരിക്ക് റെഗുലറായിട്ട് കിട്ടുള്ളൂ. ഇത് കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.